ഹായ്, ഇന്നൊരു കടലിൻ്റെ കഥയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് ഡീപ് സീ മിഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും, സമുദ്രയാൻ എന്നാണ് ഇതിൻ്റെ പേര്. സമുദ്രം എല്ലാവർക്കും അറിയാം. യാൻ എന്ന് പറയുമ്പോൾ വാഹനം, അതായത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഒരു വാഹനം. പ്രകാശം പോലും കടന്നെത്താത്ത നമ്മുടെ ഇന്ത്യയുടെ മനുഷ്യ സാന്നിധ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ എത്താത്ത ചില സ്ഥലങ്ങളിലേക്ക് മനുഷ്യർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുപയോഗിക്കുന്നത് ഒരു 3 person സബ്മേഴ്സിബിൾ ആണ്. 3 പേരെ വഹിക്കാൻ കെൽപ്പുള്ള ഒരു സബ്മേഴ്സിബിൾ. ഏതാണ്ട് 80 mm തിക്നെസ് ഉള്ള ടൈറ്റാനിയം അലോയ് കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് 2024 അവസാനത്തോടുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് നിർവഹിക്കുകയും 2025 അവസാനത്തോടെ ഇത് പൂർണ്ണമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് ഈ വാഹനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പേരും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും, മത്സ്യ 6000 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. അതായത് 6000 മീറ്റർ ആഴത്തിലേക്ക്, സമുദ്രത്തിൻ്റെ 6 കിലോമീറ്റർ ആഴമുള്ള അടിത്തട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സോളിഡ് മെറ്റൽ എക്സ്ട്രാക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതായത് നിക്കൽ, കോപ്പർ, കാഡ്മിയം, മാംഗനീസ് അങ്ങനെയൊക്കെയുള്ള ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രിക് ബാറ്ററി തുടങ്ങിയ മേഖലകളുമൊക്കെ ആണല്ലോ. അപ്പോൾ അതിലേക്ക് ഒരുപാട് മുതൽക്കൂട്ടാകാൻ പോകുന്ന ഈ മെറ്റൽ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഡീപ് സീ മേഖലയിൽ ഇത്തരത്തിലൊരു മിഷൻ പൂർത്തിയാക്കുന്ന 6ാമത്തെ രാജ്യമാകാൻ പോവുകയാണ് നമ്മുടെ ഇന്ത്യ. ഇതിനു മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ, റഷ്യ, ചൈന, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇത് നേടിയെടുത്തിട്ടുണ്ട്. നമ്മളും ഏതാണ്ട് കൈപ്പിടി ദൂരത്ത് ഇത് കൈക്കലാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് മുമ്പോട്ട് പോകട്ടെ. പ്രധാനമായിട്ടും പിന്നെ ഈ 12 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഒരു ഒറ്റ സ്ട്രെച്ചിലുള്ള ഓപ്പറേഷൻ നീണ്ടു നിൽക്കുന്ന സമയം എന്നാണ് പറയുന്നത്. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ എമർജൻസി കണ്ടീഷനിൽ ഏതാണ്ട് 96 മണിക്കൂർ വരെ ഇതിലെ ഓക്സിജൻ സപ്ലൈ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഒക്കെ നന്നായി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ.